മാന്യ പ്രേക്ഷകർക്ക്, മാന്യ ശ്രോതാക്കൾക്ക്, മാന്യ സുഹൃത്തുക്കൾക്ക് എൻ്റെ പ്രണാമം. നമ്മളുടെ യൂട്യൂബിൽ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നില്ല എങ്കിലും ഒരു വിഷയം വളരെ ധന്യമായിട്ട് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഭാരതത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒന്നാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒരുമിച്ച് ഭാരതം മുഴുവനും യൂണിഫൈ ചെയ്യുക. അതേപോലെ ചിന്താതീതമായ വിധത്തിൽ ശ്രമിക്കാൻ പോലും ചിന്തിക്കാത്ത വേറൊരു കാര്യമാണ് നവംബർ 8-ാം തീയതി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ച് ഭാരതത്തിലെ ബ്ലാക്ക് മണി ഇല്ലാതെയാക്കാനുള്ളൊരു ശ്രമം നടത്തുക. അതേപോലെ വേറൊരു മഹായജ്ഞം ചിന്താതീതമായിട്ട് നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുള്ള ഒന്നായിരുന്നു സ്വിസ് ബാങ്കിൽ ഭാരതീയർക്കുള്ളതായ കറുത്ത പണത്തിൻ്റെ ബ്ലാക്ക് മണിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അത് ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതേപോലെ കുറേ അധികം കാര്യങ്ങൾ വളരെയധികം സ്പെസിഫിക്കേഷനോടുകൂടി ചെയ്യാനൊരു ശ്രമം നടത്തിയത് കഴിഞ്ഞ 3 വർഷമായിട്ട് ധന്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആധാറും ഇൻകം ടാക്സും എല്ലാം കൂടി ചേർത്തപ്പോൾ ബാങ്കിൽ അക്കൗണ്ടുകളും എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട് ആധാർ തുടങ്ങിയത് പ്രശസ്ത എക്കണോമിസ്റ്റും ലോകമറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അതും മിക്കവാറും ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായിട്ടും ആ ആധാറും ഇൻകം ടാക്സും ഒരുമിച്ച് ചേർത്തു. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് സ്ട്രിക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ട് എല്ലാം യൂണിഫൈ ചെയ്തു. ഈ വർഷം ജൂൺ മാസം 1-ാം തീയതി വരെ ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കുന്ന ടാക്സ്, ഇൻകം ടാക്സ് എല്ലാ വർഷവും കിട്ടുന്നതിനേക്കാൾ 1,28,000 കോടി രൂപയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്നറിയിക്കേണ്ടായി. അതിലെ 1/4 കൂടുതൽ കിട്ടിയത് ബോംബെയിൽ നിന്ന് മാത്രമാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ലെവലിലാണ്. ഈ തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. കേരളം എന്നും പ്രതിപക്ഷത്തിരിക്കുന്ന 20 MP-മാരെ പ്രദാനം ചെയ്തിരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും ആ കേരളത്തിൽ എന്നും BJP ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും വിമർശിക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉണ്ടായിട്ടും മിക്കവാറും ഒരു വിമർശനങ്ങളും സാമ്പത്തികമായിട്ട് കേരളത്തിന് ലഭിക്കേണ്ട തുക ലഭിക്കുന്നില്ല എന്ന പേരിലുള്ള ക്രിറ്റിസിസങ്ങളൊന്നുമില്ലാതെ ഭാരതത്തെ മുഴുവനും ഒന്നായിട്ട് കണ്ടുകൊണ്ട് പൊളിറ്റിക്കലി ഒരു വ്യത്യാസവുമില്ലാതെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് നടപ്പാക്കിയ നോട്ട് പിൻവലിക്കൽ വൻ വിജയമായിരുന്നു. ഇപ്പോഴും അതിനെതിരായിട്ട് ആരെന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും GST എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു സന്ദേശം നൽകാൻ തന്നെ കാരണം ഈ ജൂൺ 30-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ജൂലൈ 1-ാം തീയതി തുടങ്ങുമ്പോഴത്തേക്കും GST വരും. 17 വർഷമായിട്ട് ഇടതടവില്ലാതെ പരിശ്രമിച്ച് അത് പരാജയപ്പെട്ടത് ഇന്ന് അത് നടപ്പിലാക്കുമെന്ന ആ ഉറച്ച തീരുമാനം ആദ്യം വളരെയധികം പെസിമിസത്തോടു കൂടിയാണ്, അപകർഷതയോടുകൂടിയാണ് നടപ്പാക്കാൻ സാധിക്കില്ലെന്നും വിമർശനാത്മകമായി എല്ലാവരും പറഞ്ഞാലും അത് നടപ്പാക്കുക. ഇന്നത്തെ വാട്സപ്പ് മെസ്സേജ് പ്രകാരം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മെസ്സേജ് പ്രകാരം ശരിക്ക് സ്വിസ് ബാങ്കിൽ ഉണ്ടായിരുന്ന എമൗണ്ട് 2016-ലേക്ക് എത്തിയപ്പോൾ, ഇത് 2017-2016-ലെത്തിയപ്പോൾ 1/4 ഭാഗമായിട്ട് കുറയ്ക്കാനും അടുത്ത വർഷത്തോടു കൂടി പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്ന ലെവലിലേക്ക് എത്തുക. ഇൻകം ടാക്സ് കളക്ഷൻ അഭൂതപൂർവമായിട്ട് കൂടുക. എക്സൈസ് ഡ്യൂട്ടിയും മറ്റെല്ലാവിധത്തിലുള്ള ഇൻകങ്ങളും ചിന്താതീതമായിട്ട് കൂട്ടുക. റെയിൽവേ ബഡ്ജറ്റിനും വേണ്ടി മാത്രം 12,000 കോടി രൂപ റെയിൽവേ ചിലവാക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഒരു ബഡ്ജറ്റാക്കി മാറ്റുക. ഇങ്ങനെയുള്ള 100 കണക്കിന് ഗംഭീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി ഒരു നല്ല ചായക്കടക്കാരനായിട്ട് പ്രവർത്തിച്ച വ്യക്തി ഡൗൺ ടു എർത്ത് അപ്പ് ടു സ്കൈ എത്തിയിട്ട് അദ്ദേഹം ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അഭിമാനാർഹമായി ഭാരതത്തിൻ്റെ പൈതൃകവും ഭാരതത്തിൻ്റെ ആത്മീയതയും ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള ഉന്നമനത്തിൻ്റെ പടിവാതിലുകൾ തുറക്കുന്ന വിധത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ പദവിയിലേക്ക് ഭാരതത്തിലെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്ന് പറയുകയും വൈറ്റ് ഹൗസിൽ നിങ്ങൾക്കെന്നും ഒരു സുഹൃത്തുണ്ടായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയും
നമ്മളെപ്പോലെ നൈമിഷികമായിട്ട് പ്രതികരിക്കുന്ന വ്യക്തികളല്ല ഹിന്ദുക്കൾ. നരേന്ദ്രമോദി ഒരു ഹിന്ദുവാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഏത് കമൻറ്റിനും വളരെയധികം ചിന്തിച്ചിട്ടേ മറുപടി പറയുള്ളൂ എന്ന് പറയുകയും അങ്ങനെയുള്ള ലോക ജനതയുടെ മുമ്പിൽ അറിയപ്പെടുന്ന വ്യക്തികളിൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് തീരാൻ ഒരു വ്യക്തിക്ക് സാധിച്ചുവെങ്കിൽ പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാൻ മാത്രം വിചാരിച്ചാൽ എങ്ങനെ ഈ നാട് നന്നാക്കാം, ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ, ഇങ്ങനെ ഈ നാട് മുഴുവനും കൂടി നന്നാക്കാൻ നമുക്ക് പറ്റുന്നതാണോ? ഇങ്ങനെയുള്ള ധാരാളം കമൻറ്റുകളുള്ളത്. ഇപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ ഒന്നും കേൾക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള വിഷയം ചർച്ചയ്ക്ക് ആരും എടുക്കാത്തത് കൊണ്ടായിരിക്കാം. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വ്യക്തി വിചാരിച്ചാലും അയാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയോ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ ജനിച്ചു വളർന്ന ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ കുടുംബത്തിൽ, പ്രസിഡൻറ്റുമാരുടെ കുടുംബത്തിൽ, അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവർക്കേ ഇങ്ങനെയൊക്കെ സാധിക്കുള്ളൂ എന്ന ധാരണകളെല്ലാം ശരിക്ക് അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വിചാരിച്ചാൽ ഇത്രയെല്ലാം നടക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ തന്നെത്താനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ലെവല്, അതൊന്നും കാര്യമാത്ര പ്രസക്തമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ വ്യക്തി വിചാരിച്ചാലും ധാരാളം ചെയ്യാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അമേരിക്കയിലുള്ള പ്രസംഗത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ബ്രെയിൻ ഡ്രെയിൻ അല്ല, യഥാർത്ഥത്തിൽ ബ്രെയിൻ ഗെയിൻ ആയിരുന്നു നടന്നിരുന്നത്. ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും ഉജ്ജ്വലമായിട്ടുള്ളൊരു വരിയാണ് അത്. അതിൻ്റെ അർത്ഥം അതിനേക്കാൾ മഹത്തരമാണെന്ന് അറിയാൻ സാധിച്ചത്. നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, ഭാരതത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഭാരത സർക്കാർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ആക്കി വിടുന്ന വ്യക്തികൾ പുറത്ത് ചെന്നിട്ട് ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിനുണ്ടാവുന്ന നഷ്ടം ബ്രെയിൻ ഡ്രെയിൻ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഗംഭീരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, അത് ബ്രെയിൻ ഗെയിനാണ്. ഭാരതം പഠിപ്പിച്ച് വിട്ട IT-യിലെയും അല്ലാത്ത മണ്ഡലത്തിലെയുമുള്ള വ്യക്തികൾ പുറത്തു ചെന്ന് അവരുടെ കൈവിരൽ തുമ്പിൽ കമ്പ്യൂട്ടറും ഇമെയിലും ഇൻ്റർനെറ്റും വാട്സപ്പും യൂട്യൂബും ഫേസ് പേജും കൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഏത് രാജ്യങ്ങളിൽ പോകുമ്പോഴും ആ രാജ്യങ്ങളിലെല്ലാം ഭാരതീയരെ കാണാനും ആ രാജ്യത്തിലുള്ളവർക്ക് ഭാരതത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് തോന്നാനും ഭാരതമെന്ന രാഷ്ട്രം ലോകത്തിലുണ്ടെന്ന് അറിയിച്ചത് ഭാരതത്തിനകത്തുള്ളവരെക്കാൾ കൂടുതൽ ഭാരതത്തിന് പുറത്ത് ഭാരതത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി പുറത്തു പോയവരാണ് എന്ന് പറയുകയും അങ്ങനെ ലോകത്തിൽ എല്ലാത്തിനെയും ഭാരതത്തെക്കുറിച്ചുള്ള എല്ലാത്തിനെയും മോഡിഫൈ ചെയ്യാനായിട്ട് സാധിച്ച ഒരു വീക്ഷണം നിലനിർത്തുകയും ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ എത്രത്തോളം കാണിക്കാൻ സാധിക്കുമോ അതിൻ്റെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ നിൽക്കുകയും മതമോ ജാതിയോ ഇസമോ ഒന്നുമില്ലാതെ പലരും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ പരിണത ഫലമായിട്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിലരുടെ ധാരണ ആടിമുടി മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇന്ന് മാതൃകയായിട്ട് ചിലരെ നമുക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധത്തിൽ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ നിർദ്ദേശിക്കുക, ലോകത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാവ്യ വസ്ത്രധാരിയെ UP-യുടെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുക, GST അംഗീകരിപ്പിക്കുക, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിക്കുക, ലോക ജനതയുടെ മുമ്പിൽ അറിയിക്കുക, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുക, പൊളിറ്റിക്കലായിട്ട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്താധാരകൾ മാറ്റിവെച്ച് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ലഭ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ കൊടുക്കുക, അഭിപ്രായ വ്യത്യാസമുള്ളവരെ പോലും ഒരുമിച്ച് കൊണ്ടുവരിക, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയുക. ഇങ്ങനെയെല്ലാം സാധിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ തുറന്ന മനസ്സും ഈശ്വരാനുഗ്രഹവും ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഋഷീശ്വരന്മാരുടെയും ഭാരത മാതാവിൻ്റെയും അനുഗ്രഹം ഒരുമിച്ച് ചേർന്ന് യഥാർത്ഥത്തിൽ ഒരു കംസൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ വന്നത് എന്നും ഒരു രാവണൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീരാമൻ വന്നത് എന്നും അതുപോലെ തന്നെ ഒരു നരസിംഹമൂർത്തി വരാൻ കാരണം ഒരു ഹിരണ്യകശിപുവാണെന്നുമെല്ലാം പുരാണ കഥകളിൽ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ 2G അഴിമതിയും 3G അഴിമതിയും കൽക്കരി അഴിമതിയും അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ ആദർശ ഫ്ലാറ്റ് അഴിമതിയും കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഈ നെഗറ്റീവുകളുടെ ഉത്ഭവമാണ് ഒരു പക്ഷേ ഭാരതത്തിന്
ഉജ്ജ്വലമായിട്ടുള്ളൊരു മാറ്റത്തിന് കാരണമായത് എന്നും അമേരിക്കയിലേക്ക് വിസ നൽകാതെ അമേരിക്കയിലേക്കുള്ള പ്രവേശനം പോലും തടഞ്ഞ ആ അമേരിക്കക്കാർ ലോകത്തിൽ മറ്റേത് നേതാക്കിന് കൊടുക്കുന്ന അതിനേക്കാൾ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറത്ത് വെയിറ്റ് ചെയ്ത് ആ ഡോറ് തുറന്ന് സല്യൂട്ട് കൊടുത്ത് മോഡിയെ താഴത്തേക്ക് ഇറക്കി പിന്നെ ഒരുമിച്ച് സംസാരിച്ച് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ലോകത്തിന് മുഴുവനും മാതൃകയായിട്ട് ഭാരതത്തെ സമുജ്വലമായിട്ട് വളർത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചു എന്ന് ട്രംപ് പറയുന്ന ലെവലിലേക്ക് ഭാരതത്തിൽ ഒരു വ്യക്തി ഉയർന്നു. ഇത്രയും ഞാൻ പറഞ്ഞതൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനല്ല, ആവശ്യമില്ല അതിൻ്റെ. മറിച്ചൊന്ന്, എനിക്കും നിങ്ങൾക്കും നമ്മുടെ നാടിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സാധിക്കുന്നതെല്ലാം ചെയ്യുക. രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം നമമ. രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു, ഇതെൻ്റേതല്ല, എനിക്ക് വേണ്ടിയല്ല. ഈ ഒരു വീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു പുണ്യമാണ്. നമ്മുടെ രാഷ്ട്രം ഭാവരാഗ താളമുള്ളൊരു രാഷ്ട്രം. 114 സംസ്കാരങ്ങളുള്ളതിൽ 113 മണ്ണടിഞ്ഞിട്ട് ഒരെണ്ണം അവശേഷിക്കുന്ന സംസ്കാരം. ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും സ്വീകരണം നൽകിയ സംസ്കാരം, എല്ലാ മതത്തിലെയും നന്മകൾ സ്വീകരിച്ചൊരു സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ അംബാസഡർമാരായിട്ട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇത് പുതിയതായിട്ട് ഞാൻ നൽകുന്നൊരു നിർദ്ദേശമല്ല, മറിച്ച് 30 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഇന്ന് അമേരിക്കയിലെ ഡിട്രോയിറ്റിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന സമയത്ത് എനിക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിച്ച ഈ യാത്രയിലെ വരികളെല്ലാം ചേർത്ത് ഞാൻ പറഞ്ഞത് തന്നെ ഒരുമിച്ച് ചേർത്ത് വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.